ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹിന്ദി സൂത്രയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇക്കായി പാഞ്ച്. എന്താ ഇക്കായി പാഞ്ച് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 5 അല്ലേ? യൂണിറ്റ് 5ലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താ? മുന്നൂക്കി സ്വതന്ത്രത. എന്താ? മുന്നൂക്കി സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ എന്താ? മുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ. സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഫ്രീഡം, മുന്നുവിൻ്റെ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? എന്തൊക്കെയാണ് ആദ്യത്തെ കാര്യം? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ മക്കളെ? അപ്പോൾ ആദ്യത്തെ കാര്യം ഒന്ന് പറഞ്ഞേ. അതല്ലേ കിസ് തരഹ് രചന ഹേ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഏത് തരത്തിലുള്ള രചനയാണ് ഇത്, ഏത് തരത്തിലുള്ള രചനയാണ്, ഏത് തരത്തിലുള്ള രചനയാണ്? കഹാനിയാണല്ലേ? അതെ, കഥയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഹാനി കാ നാം ക്യാ ഹേ? കഹാനിയുടെ പേരെന്താ? മുന്നൂക്കി സ്വതന്ത്രത അല്ലേ? എന്നോടൊപ്പം ഒന്ന് വായിച്ചേ. മുന്നൂക്കി സ്വതന്ത്രത. അത് സായുടെ പകുതിയും വായാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വാ എന്ന് വായിക്കും, സ്വതന്ത്രത. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, കഹാനിക്കാർ കോൺ ഹേ? കഹാനിക്കാർ, കഥ എഴുതിയ ആളാരാണ്? ഹരിശങ്കർ പർസായി. വായിച്ചേ, ഹരിശങ്കർ പർസായി. ഓക്കെ അല്ലേ? വായിക്കാനും പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. വായിക്കുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. മാ തും തോ കഹത്തെ ഹോ കി ഹമേം സ്വതന്ത്രത മിൽ ഗയി. അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? ഹമേം, നമുക്ക്. സ്വതന്ത്രത എന്ന് വെച്ചാൽ എന്താ? സ്വാതന്ത്ര്യം. മിൽഗയി, ലഭിച്ചു. അമ്മയല്ലേ അമ്മ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? पर मैं जब आज भैया के कोट से फाउंटेन पेन निकाल कर फर्श पर लिखने लगा तब तुम नाराज हो गई और कलम छीन ली. पर പക്ഷേ मैं മാറാ ഞാൻ അല്ലേ? ഞാൻ ജബ് ആജ് ഭയ്യ കെ കോട്ട് സേ, ഞാൻ ഇന്ന് ചേട്ടൻ്റെ ജാക്കറ്റിൽ നിന്നിട്ട്, കോട്ട് എന്ന് പറഞ്ഞാൽ ജാക്കറ്റിൽ നിന്നിട്ട് കേട്ടോ. ജാക്കറ്റിൽ ആ പോക്കറ്റിൽ ഒരു കുഞ്ഞൊരു പേന വെച്ചിട്ടുണ്ടായിരുന്നു, ഫൗണ്ടെയിൻ പെൻ എന്ന് വെച്ചാൽ എന്താ? ഒരു മഷിപ്പേന. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ ജാക്കറ്റിൽ നിന്നിട്ട് ആ മഷിപ്പേന എടുത്ത് ഫർഷ് പർ ലിഖ്നെ ലഗ. ഫർഷ് എന്ന് പറഞ്ഞാൽ തറ കേട്ടോ. ആ തറ അല്ലെങ്കിൽ നിലം എന്നൊക്കെ നമ്മൾ പറയാം. തറയിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ തബ് തും നാരാസ് ഹോ ഗയി. നാരാസ് ഹോന, ദേഷ്യപ്പെടുക. അപ്പോൾ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. അവർ കലം ചീൻലി, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പേനയെ തട്ടിപ്പറിച്ചു, പേനയെ പിടിച്ചു വാങ്ങി. എന്താ? തറയിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങിച്ചില്ലേ അമ്മ എന്ന് മുന്നു അമ്മയോട് ചോദിക്കുവാണേ. और रात को जब मैंने गरम दूध न पिया तब तुमने टान कर कहा पी नहीं तो एक तमाचा लगेगा. और എന്നിട്ടോ രാത്രിയിൽ ജബ്, എപ്പോഴാണോ, മേനെ ഗരം ദൂത് എന്ന് വെച്ചാൽ എന്താ? ചൂട് പാല്, ചൂടുള്ള പാല്. അപ്പോൾ ടണ്ട എന്ന് പറഞ്ഞാലോ തണുപ്പ്. ഗരം ചൂട്, ടണ്ട തണുപ്പ്. ഇവിടെ ഗരം ദൂത് എന്ന് പറഞ്ഞാലോ ചൂടുള്ള പാല്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴാണോ ഈ ചൂടുപാല് ന പിയ, ന എന്ന് വെച്ചാൽ നഹീം, ഇല്ല എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ന എന്ന് പറഞ്ഞാൽ ന പിയ, ഞാൻ കുടിക്കാത്തപ്പോൾ, ഞാൻ ആ പാല് കുടിച്ചില്ല ഇന്ന് രാത്രിയിൽ. അപ്പോൾ തുമ്നെ ടാണ്ട് കർ കഹ, ടാണ്ട് കറിന് വഴക്ക് പറയുക. അപ്പോൾ അമ്മേനെ വഴക്ക് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? പീ നഹീം തോ, എടാ നീ കുടിച്ചില്ല എങ്കിൽ എകത്താമാച്ചാലകേക, ഞാൻ നിന്നെ അടിക്കും, നിനക്ക് നല്ല തല്ല് തരും, മര്യാദയ്ക്ക് പാല് കുടിച്ചോ എന്ന് അമ്മ പറയാണ്. എടാ മക്കളെ, നിങ്ങളും ഇങ്ങനെയൊക്കെ ഓരോ ഡയലോഗ്സ് നമ്മുടെ അമ്മമാരിൽ നമുക്ക് കേട്ടിട്ടില്ലേ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ കുടിക്കണം, വഴക്ക് പറയും അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പാല് കുടിച്ചില്ല അല്ലെങ്കിൽ ആഹാരം കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യപ്പെടും അല്ലേ? അതെ. അപ്പോൾ പറയുന്നുണ്ട്, നീ കുടിച്ചില്ല എങ്കിൽ നിനക്ക് ഞാൻ നല്ല തല്ല് തരും. ഓർ കഠോര മുഖ്സെ ലഗാ ദിയ. എന്നിട്ട് കഠോര എന്ന് വെച്ചാൽ ആ ഗ്ലാസ് കേട്ടോ. ഇവിടെ കിണ്ണം എന്ന് പറയുന്നുണ്ട്. കഠോര എന്ന് പറഞ്ഞാൽ ആ മിൽക്ക് ഗ്ലാസ്, പാല് ഗ്ലാസ്, അത്രയേ ഉള്ളൂ. കഠോര മുഖ്സെ ലഗാ ദിയ. എന്നിട്ട് അമ്മ അതെന്ത് ചെയ്തു? ആ മിൽക്ക് ഗ്ലാസ് എൻ്റെ വായിലേക്ക് അടുപ്പിച്ചു. അതായത് വായോട് ചേർത്ത് വെച്ച് തന്നില്ലേ, കുടിക്കുക കുടിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ
ഓരോ കാര്യമായിട്ട് മുന്നു ഇങ്ങനെ അമ്മയോട് പറയാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കിതൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ എന്ത് ചെയ്താലും അമ്മ എന്നെ ഇങ്ങനെ ഓരോന്നും പറയുക എന്ന് പറഞ്ഞിട്ട് മുന്നുവിൻ്റെ ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെ അമ്മയോട് പറയുക. എന്നിട്ട് അടുത്തെന്താ പറയുന്നത്? ജബ് മേം സവേരെ സടക്ക് പർ ഖേൽനെ ചലാ ഗയാ തോ തുംനെ നൗക്കർ സെ പകഡ് മംഗ്വായ और कहा സടക്ക് പർ ഗയാ തോ ഠാങ് തോട് ദൂംഗി. ജബ് മേം ഞാൻ എപ്പോഴാണോ സവേരെ എന്ന് വെച്ചാൽ സബേരെ രാവിലെ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. രാവിലെ സടക്ക് റോഡിൽ കളിക്കാനായിട്ട് പോയി. ഖേൽന കളിക്കുക. രാവിലെ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ തുമ്നെ നീ അതായത് അമ്മയോട് പറയാണ്. അമ്മ നൗക്കർ സേ പകഡ് മംഗ്വായ. എന്നെ നൗക്കർ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, വേലക്കാരൻ എന്നൊക്കെ പറയാം. വേലക്കാരനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. മംഗ്വായ ഓർ കഹ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സടക്ക് പർ ഗയാത്തോ. സടക്ക് റോഡിൽ, ഗയ പോവുക. സടക്ക് പർ ഗയാത്തോ നീ റോഡിൽ പോയാൽ ഠാങ് തോട് ദൂങ്കി നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. മര്യാദയ്ക്ക് ഇവിടെ നിന്നോ, നീ റോഡിലൊന്നും കളിക്കാനായിട്ട് പോകണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് മുന്നു ചോദിക്കുന്നുണ്ട് ഭല യഹ് ഭി കോയി സ്വതന്ത്രത ഹേ. ഇതാണോ എന്താ എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ലേ അമ്മ? നിങ്ങളും ചോദിക്കാറുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ കൂടി ഒന്ന് ആലോചിക്കുക കേട്ടോ. ഇതിനെ നമുക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ അമ്മ എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലേ? ആരോട് ചോദിക്കുകയാണ്? മുന്നുവിൻ്റെ അമ്മയോട് ചോദിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും റോഡിൽ പോയപ്പോൾ പോലും അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുകയാണ്. എന്നിട്ട് അടുത്ത് വീണ്ടും പറയാണ് കേട്ടോ. മുന്നു ഓരോ കാര്യം ഇങ്ങനെ ഓർത്തോർത്ത് പറയുക. ആജ് സബേരെ, ആജ് എന്താ ഇന്ന്, സബേരെ രാവിലെ ജബ് मैंने पैंट पहनने से इनकार कर दिया और कहा. ആജ് സബേരെ ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു? പാൻസ് പഹന്ന ധരിക്കുക, അല്ലെങ്കിൽ പാൻസ് ഇടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാൻസ് ഇടുന്നത് ഇൻകാർ കർദിയ വിസമ്മതിച്ചു, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പാൻസ് ഇടില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? മേം പാൻറ് നഹീം പഹനൂങ്ക. ഞാൻ പാൻറ് ധരിക്കില്ല, ഞാൻ പാൻറ് ഇടില്ല. മേ സ്വതന്ത്രഹൂം. ഞാൻ ആരാണ്? സ്വാതന്ത്ര്യനാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കും അമ്മ. എനിക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പാൻറ് ഇടുന്നില്ല. മേ നംഗഹി ഖേലൂങ്ക. അങ്ങനെയാണെങ്കിലോ ഞാൻ പാൻസ് ഇടാതെ തന്നെ പോയി കളിക്കും. അല്ലേ? നങ്ക എന്ന് പറഞ്ഞാൽ നഗ്നനാവുക. അതായത് പാൻസ് ഇടാതെ എന്ന മീനിങ് ആണ് ഇവിടെ ഉള്ളത്. പാൻറ് ഇടാതെ തന്നെ ഞാൻ പോയി കളിക്കും. തബ് തുമ്നെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മ സമ്മതിക്കോ? ഇല്ല അല്ലേ? തബ് തുമ്നെ ജബർദസ്തി മുझे പാൻ പഹന്നാ ദിയ. അപ്പം അമ്മ എന്താ ചെയ്തത്? എന്നെ ബലമായിട്ട്, ജബർദസ്തി എന്ന് പറഞ്ഞാൽ ബലമായി, മുझे പാൻറ് പഹന്നാ ദിയ എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? പാൻറ് എടുപ്പിച്ചു, പാൻറ് ധരിപ്പിച്ചു. എന്താ അമ്മ എനിക്ക് പാൻറ് ഇല്ലാണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ എന്ന് മുന്നുൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ കാര്യത്തിൽ ആശാൻ എന്ത് ചെയ്തു? പാൻസ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞ് നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് അമ്മ ബലമായിട്ട് പിടിച്ചിട്ട് എടാ നീ പാൻസ് ഇട്ടിട്ട് മാത്രം പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. കണ്ടോ മുന്നുൻ്റെ അമ്മ? അടുത്ത് നോക്കാം. ഓരോ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും എന്താ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ? വളരെ രസകരമായിട്ടല്ലേ മുന്നു പറയുന്നത്. ഓക്കെ. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा तब तुमने पुस्तक छीन ली और मुझे डांटा. मैं जब भैया की ഞാൻ ഭയ്യ ചേട്ടൻ്റെ തസ്വീറും വാലി. തസ്വീറോ എന്ന് വെച്ചാൽ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള മോട്ടി കട്ടിയുള്ള ഒരു പുസ്തകം. എല്ലാം ഇങ്ങനെ ചിത്രങ്ങളൊക്കെയുള്ള ഒരു പുസ്തകം. ധ്യാൻ സേ ദേഖനെ ലഗ. ധ്യാനം എന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തുമ്നെ പുസ്തക ചീൻലി ഓർ മുझे डांटा. എൻ്റെ കാലിൽ നിന്ന് ആ പുസ്തകം ഇങ്ങനെ തട്ടിപ്പറിച്ചെടുത്തു. അല്ലേ? പുസ്തകം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മുझे डांटा എന്നെ അമ്മ വഴക്ക് പറഞ്ഞു. मैंने उसमें से एक ही तस्वीर तो अपने लिए भाड़ी थी. മേംനെ ഞാനാണെങ്കിലോ ഉസ്മേം സേ അതിൽ നിന്നും, ഉസ്മേം അതിൽ നിന്നും, ഏതിൽ നിന്നും? ആ പുസ്തകത്തിൽ നിന്നും, ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയെ ഭാടി തി ഒരേ ഒരു ചിത്രമല്ലേ കീറിയെടുത്തുള്ളൂ.
കണ്ടോ മുന്നു എന്താ ഒപ്പിച്ച് വെച്ചേക്കണല്ലേ പുസ്തകത്തിൽ നിന്നിട്ട് പറയാം അമ്മ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒരേ ഒരു പേജ് ഒരേ ഒരു ചിത്രം മാത്രമല്ലേ കീറിയെടുത്തുള്ളൂ. ഭാടീതി എന്ന് വെച്ചാൽ കീറിയെടുക്കുക. ഓക്കെ അമ്മ ഞാൻ അതിൽ നിന്ന് ഒരേ ഒരു പുസ്തകമല്ലേ കീറിയെടുത്തുള്ളൂ, എന്നിട്ട് ഞാൻ ശ്രദ്ധയോടെ നോക്കുകയുണ്ടായിരുന്നില്ലേ, അപ്പോഴും അമ്മ വന്നിട്ട് അതിനെ വലിച്ചിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് मैं जब बाबूजी की दवात की स्याही से अपनी कमीज को रंग कर झंडा बनने लगा तब तुमने 2 तमाचे जड़ दिए, क्या तुमने मेरे झंडे का अपमान नहीं किया? നോക്കാം मैं जब बाबूजी की ഞാൻ അച്ഛൻ്റെ ദവാത് കി സ്യാഹീസെ, ദവാത്ത് എന്ന് പറഞ്ഞാൽ മഷിപ്പാത്രം. പണ്ട് നമ്മൾ കണ്ടോ അവിടെ ഫൗണ്ടെയിൻ പെന്നൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ആ സമയത്തുള്ള കാലമാണ്. അതാണ് ഇവിടെ ഈ ഇങ്ക് മഷിയും മഷിപ്പാത്രവും അല്ലെങ്കിൽ ഫൗണ്ടെയിൻ പെന്നിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ മഷിപ്പാത്രം നമുക്കറിയാലോ, അതിൽ നിന്ന് മഷി എടുക്കുന്ന ആ ഒരു കുഞ്ഞ് എന്താ പറയുക ബോട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് സ്യാഹീസെ, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി ഇങ്ക്, അതിൽ നിന്നിട്ട് എന്ത് ചെയ്തു കമീസ് കോ രംഗക്കർ, കമീസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഡ്രസ്സ് ഷർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ അതിൽ രംഗക്കർ നിറം ചെയ്യുക, നിറം ചെയ്തിട്ട് നിറം അടിച്ചിട്ട് എന്തുണ്ടാക്കുകയായിരുന്നു ചണ്ട ഫ്ലാഗ് പതാക. അങ്ങനെ ഷർട്ടിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നിട്ടുള്ള ആ മഷിക്കുപ്പി എടുത്തിട്ട് ആ മഷിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നത് പതാക ചണ്ട ബനാനെ ലഗ, പതാക ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തബ് തുമ്നെ 2 തമാശെ ജഡ് ദിയെ, അപ്പോൾ എന്നെ അമ്മ അടിച്ചില്ലേ. ക്യാ തുമ്നെ മേരെ ഝണ്ടേക്കോ അമ്മ നഹി കിയാ, എന്താ എൻ്റെ പതാകയെ അപമാനിച്ചില്ലേ, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അമ്മ ഇങ്ങനെ എന്നെ അപമാനിച്ചില്ലേ, അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ലേ, അമ്മ എന്നെ അടിച്ചില്ലേ എന്നൊക്കെ മുന്നു ചോദിക്കുന്നുണ്ട്. ഇത് ശരിയാണോ ചെയ്തത്? മുന്നു ചെയ്യുന്നതെല്ലാം ഭയങ്കര വികൃതിയല്ലേ. എന്നിട്ട് പറയുക ഷർട്ടിലൊക്കെ മഷി പുരട്ടിയിട്ട് പതാക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പിന്നെ എന്താ ചെയ്യേണ്ടതല്ലേ, അത്രേ ഉള്ളൂ. അടുത്ത് നോക്കോ ജബ് मैंने रोने लगा तब तुमने चिल्लाकर कहा रोएंगे तो एक तमाशा और लगाऊंगी, എന്താ ജബ് मैंने रोना लगा, അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ജബ് മേ റോന ലഗ, റോന കരയുക, ഞാനിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ തുമ്നെ ചില്ലാക്കർ കഹ, അമ്മ എന്ത് ചെയ്തു ഉച്ചത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞില്ലേ രോയേങ്കാ തോ ഏക് തമാശ ഓർ ലഗാവൂങ്കി, കരഞ്ഞാൽ എന്ത് ചെയ്യും ഒരു തല്ലും കൂടി ഞാൻ തരും. നമ്മുടെ അമ്മമാർ എപ്പോഴും പറയാറുള്ളതാണല്ലേ ഇത്, കരയുമ്പം നീ കരഞ്ഞാൽ നിനക്ക് ഒന്നും കൂടി ഞാൻ തരും അല്ലേ, ഒരു അടിയും കൂടി തരും. അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും പേടിച്ചിരിക്കും അല്ലേ, കരയും തോറും അടി തരും അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയുന്നുണ്ട് രോയേങ്കാ തോ ഏക് തമാശ ഓർ ലഗാവൂങ്കി, നീ കരഞ്ഞാൽ മുന്നു നീ മിണ്ടാണ്ടിരുന്നോ, നീ വീണ്ടും കരഞ്ഞാൽ ഞാൻ നിനക്ക് വീണ്ടും നല്ല തല്ല് തരുവേ എന്ന് മുന്നുൻ്റെ അമ്മ പറയുന്നുണ്ട്. ക്യാ മുझे रोने को भी स्वतंत्रता नहीं है, എന്താ അമ്മ എനിക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ വീട്ടിലില്ലേ, ഞാനൊന്ന് കരഞ്ഞാൽ പോലും അമ്മ എന്നെ വഴക്ക് പറയാണല്ലോ, എനിക്കൊന്ന് കരയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അമ്മ തരില്ലേ, എനിക്ക് സ്വതന്ത്രത അങ്ങനെയുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് വീട്ടിലില്ലേ. ആരാരോട് ചോദിക്കുകയാണ് മുന്നു അപ്നി മാംസെ അല്ലേ, മുന്നു അമ്മയോട് ചോദിക്കുവാണ്. ഓക്കെ ടഹരോ ശരി മടുത്തു അല്ലേ, എനിക്ക് കുറേ ആയി ഞാൻ സഹിക്കുന്നുണ്ട്, നിൽക്കൂ മേ അഭി ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്താ ഹൂം, ഞാനിപ്പോൾ ജവഹർലാൽ നെഹ്റു നമുക്കറിയാമല്ലേ, അദ്ദേഹത്തിന് ചിട്ടി കത്ത് ലെറ്റർ ഒരു കത്ത് എഴുതാൻ പോവുക. നോക്കിക്കോ അമ്മ ഇപ്പം നോക്കിക്കോ എന്തെന്നും പറഞ്ഞിട്ടാണ് കത്തെഴുതാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കും ആപ് കഹത്തെ ഹെങ്കി സ്വതന്ത്രത മിൽ ഗയി, അപ്പം മുന്നു പറയാണ് എന്താ ഞാൻ ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതും. എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്, അദ്ദേഹമല്ലേ നമുക്ക് പറഞ്ഞത് എന്താ സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന്. പക്ഷേ മുച്ചേത്തു രത്തി ഭർബി സ്വതന്ത്രത നഹി മിലി, എല്ലാവർക്കും കിട്ടി പക്ഷേ എനിക്ക് അല്പം പോലും സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ല അല്ലേ. ഇദ്ദേഹമല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഒക്കെ പറഞ്ഞത്, എന്നിട്ടെന്താ എനിക്കൊരല്പം പോലും എൻ്റെ വീട്ടിൽ പോലും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് മുന്നു ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു കത്തെഴുതുകയാണ്. ആപ് തുരന്ത് അമ്മാക്കോ ലിഖ് ദീജിയെ ജിസ്സെ വഹ് മുझे സ്വതന്ത്രത ദേ ദേ, എന്നിട്ട് പറയാണ് എന്താണ് പെട്ടെന്ന് തന്നെ ആപ് താങ്കൾ ബഹുമാനത്തോടു കൂടിയാണ് കേട്ടോ ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. തുമ്മെന്ന് പറഞ്ഞാൽ നീ നിങ്ങൾ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, താങ്കൾ തുരന്ത് പെട്ടെന്ന് തന്നെ
അമ്മാക്കോ അമ്മയ്ക്ക് ലിഖ് ദീജിയെ ഒരു റിപ്ലൈ, അതായത് മറുപടി കത്ത് എഴുതി കൊടുക്കണം. എന്താണ് എൻ്റെ ഈ പ്രശ്നങ്ങൾ വെച്ചിട്ട്. ജിസേ ബഹു മുझे സ്വതന്ത്രത ദേ ദേ. അങ്ങനെയെങ്കിലും എന്താണ് എനിക്കൊന്ന് സ്വാതന്ത്ര്യം തന്നോട്ടെ. ദയവേത് ജവഹർലാൽ നെഹ്റു ജി എന്താണ് എൻ്റെ അമ്മയ്ക്കൊരു കത്ത് എഴുതണേ, എനിക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ടെന്നാണ് മുന്നു പറയുന്നത്. ഇത് നമ്മുടെ ചാപ്റ്റർ തീർന്നു കേട്ടോ. ഇതെന്താ പറയുന്നത്? ഇത് പർസായി ജീനെ എ കഹാനി. ഈ കഥ എഴുതിയത് 1949 കേട്ടോ എഴുതിയത്. കണ്ടോ, ആ സമയത്തുള്ള കാലഘട്ടത്തിൽ. അതാ നമ്മൾ ഈ ഫൗണ്ടൈൻ പെന്നും ഇങ്കും ഒക്കെ കണ്ടത്. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ദേശ് കെ പ്രധാനമന്ത്രി ഥേ. പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് മുന്നു ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് കത്ത് എഴുതുകയാണ് മുന്നു, എനിക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ, മുന്നുവിൻ്റെ കാര്യം നമ്മുടെ ലൈഫിലുണ്ട്. നിങ്ങളും ഇത് തന്നെ മിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ, കഹാനിയിൽ ഇദ്ദേഹം പർസായി, ഹരിശങ്കർ പർസായി അല്ലേ എഴുതിയത്. ഇദ്ദേഹം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഒരു റൈറ്റ്, അധികാരമാണെന്ന്. അങ്ങനെയാണോ ഇവിടെ മക്കളെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ളതാണോ? അല്ല അല്ലേ. നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ കുറച്ച് നിയന്ത്രണങ്ങളും കുറച്ച് ഡിസിപ്ലിനും ഒക്കെ ചേർന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് നിയമമേ വേണ്ടല്ലോ അല്ലേ, നമ്മുടെ ഈ രാജ്യത്ത് അല്ലേ. നിയമം, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമുക്ക് നിയന്ത്രിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളും കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് മുന്നു ചെയ്തതെല്ലാം നല്ല കാര്യമാണോ ചെയ്തത്? എല്ലാം വികൃതികളാണല്ലേ ചെയ്തത്. റോഡിലോട്ട് പോവുക, റോഡിലൊക്കെ കളിക്കാനായിട്ട് പോകാൻ പാടുണ്ടോ? വണ്ടികളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അമ്മ മുന്നുവിൻ്റെ സേഫ്റ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതല്ലേ. മുന്നുവിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വിലക്കുകളൊക്കെ അല്ലേ കൊടുത്തത്. അതുപോലെ തന്നെയാണ് പേന എടുത്തിട്ട് തറയിലൊക്കെ എഴുതുക, പിന്നെ മഷി എടുത്ത് കളിക്കുക, എന്തൊക്കെയാണ് ചെയ്തതല്ലേ. പാൻസ് ഇടാതെ പോവുക, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്വാതന്ത്ര്യം വളരെ കൃത്യമായിട്ട് നമുക്കത് അർത്ഥമായിട്ട് പറയാൻ പറ്റുള്ളൂ, അതിനൊരു മീനിങ്സ് വരുള്ളൂ അല്ലേ, മീനിങ് വരുള്ളൂ, അർത്ഥം വരുള്ളൂ. അല്ലാണ്ട് എന്തും ചെയ്തു, ഇഷ്ടമുള്ളത് എന്തും ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവോ? ഇല്ല അല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥ സ്റ്റോറിയിലൂടെ സ്വാതന്ത്ര്യം എന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം, പക്ഷേ എന്തും ചെയ്യാമെന്നതല്ല സ്വാതന്ത്ര്യം. കുറച്ച് നിയന്ത്രണങ്ങളും കുറച്ച് സുരക്ഷയും ഒക്കെ ചേർന്നതാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് സ്റ്റോറി. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴത്തെയും പോലെ തന്നെ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓരോ ഈച്ച് ആൻഡ് എവറി വേർഡും നിങ്ങൾ വായിക്കുക. മീനിങ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്, എല്ലാം വായിച്ചൊന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. താങ്ക്